ശ്രീജിത്ത് പണിക്കർജിയുടെ വീഡിയോയ്ക്കും ഫേസ്ബുക്ക് പോസ്റ്റിനുമുള്ള മറുപടിയാണിത്. പത്മരാജൻ മാഷ്, അതായത് BJPയുടെ ഭാരവാഹിയായിരുന്ന പത്മരാജൻ മാഷ് നിരപരാധിയാണോ എന്ന പ്രസക്തമായ ചോദ്യം ഞാനിതിൽ എടുക്കുന്നുണ്ട്. രണ്ടു പക്ഷത്തെയും ആൾക്കാരോട് വ്യാപകമായി ഞാൻ സംസാരിച്ചിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം പഠിക്കുകയുണ്ടായി. ശ്രീജിത്ത് പണിക്കർജി അടക്കമുള്ള ചില ആൾക്കാർ ഞാനതിൽ ഡിലേ ആയി എന്നൊരു അഭിപ്രായം എടുത്തു കണ്ടു. ആ അഭിപ്രായത്തെ, വിമർശനത്തെ സ്വീകരിക്കുന്നു. ജന്മഭൂമി അടക്കമുള്ള നമ്മുടെ സംഘ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ പോസ്റ്റ് അടക്കം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? മുമ്പും ഇതേപോലെ കുറച്ച് ഡിലേ ആയ ഒരു സംഭവം കൂടെ കാണിക്കാം. ശ്രീ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ചും അതും ഞാൻ ഡിലേ ആയി. എന്റെ കാരണം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രതികരണം താമസിച്ചത് എന്തുകൊണ്ട് എന്ന് കൊടുത്തുകൊണ്ട് തന്നെ ആ വീഡിയോ ചെയ്തു. 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇത് രണ്ട് ഭാഗത്തെയും വിശ്വാസയോഗ്യമായ 1-2 പേരോട് സംസാരിച്ചിട്ട് കൂടി ചെയ്യാം എന്ന് ഞാൻ കരുതുകയുണ്ടായി. രണ്ട് ഭാഗത്തെ ആൾക്കാരോട് സംസാരിച്ചു. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ BJPയിലുള്ള 1-2 സുഹൃത്തുക്കളോട് സംസാരിച്ചു. അതേപോലെ മുസ്ലിം ലീഗിലുള്ള 1-2 സുഹൃത്തുക്കളോട് സംസാരിച്ചു. ഈ വിഷയത്തിന് രാഷ്ട്രീയ സാമുദായിക മാനങ്ങളുണ്ട്. അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. അതായത് ആ സംഭവം നേരിട്ടുവെന്ന് ആരോപിക്കപ്പെടുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിക്കാണ്. ഈ സംഭവം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നത് ഒരു ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്ന BJP നേതാവാണ്. NRC CI ആക്ടിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് നടന്നതെന്നാണ് ശ്രീ പത്മരാജൻ അടക്കമുള്ള ആൾക്കാർ മുമ്പോട്ട് വെക്കുന്നത്. ഇദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് അദ്ദേഹം പറയുമ്പോൾ അങ്ങനെയല്ല. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ എന്താ പറയുക, അദ്ദേഹം ഈ തെറ്റ് ചെയ്തു എന്ന് വാദിക്കുന്നവരുണ്ട്. രണ്ട് പക്ഷത്ത് നിൽക്കുന്നവർ വളരെ കൺവിൻസ്ഡ് ആണ്. അവർ പറയുന്നത് ശരിയാണ്. ഞാൻ ഇന്നലെ സംസാരിച്ച വളരെ മുതിർന്ന മുസ്ലിം സമൂഹത്തിലെ ഒരു നേതാവ് പറഞ്ഞത് 100% അയാൾ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണ്. സമാനമായി നമ്മുടെ BJPയിലെ ഒരു സുഹൃത്ത് പറഞ്ഞത് 100% പപ്പൻ മാഷ് അല്ലെങ്കിൽ ശ്രീ പത്മരാജൻ നിരപരാധിയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോ നമുക്ക് ആ വിഷയത്തിലെ സത്യം എന്താണ്? 100% നിഷ്പക്ഷമായ, 100% സത്യസന്ധമായ വിലയിരുത്തൽ. ഇത് കേൾക്കുന്ന RSSകാരനും BJPക്കാരനും മുസ്ലിം ലീഗുകാരനും മുസ്ലിമിനും എല്ലാം, അല്ലെങ്കിൽ ഹിന്ദുത്വവാദിക്കും ഹിന്ദുവിനും നിരീശ്വരവാദിക്കും മതേതരനായ ഹിന്ദുവിനും എല്ലാവർക്കും യോജിക്കാവുന്ന കൺക്ലൂഷനിലേക്കാണ് ഞാൻ എത്തുന്നത്. ആദ്യം നമുക്ക് പണിക്കർജിയുടെ ആ വിമർശനത്തിലേക്കൊന്ന് പോകാം. ആ വിമർശനം വളരെ പ്രസക്തമാണ്. ആ വിമർശനം ഞാൻ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ വിമർശനം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. കാര്യം, ഞാൻ പലതവണ അദ്ദേഹത്തെ വളരെ ശക്തമായി വിമർശിച്ച് വീഡിയോ ഇട്ടുണ്ട്. അദ്ദേഹം എന്നെ ശക്തമായി വിമർശിച്ച് വീഡിയോ ഇട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു നല്ല ജനാധിപത്യം പോകേണ്ടത്. പണിക്കർജി ഇന്നലെയാണ്, ഞാൻ പിന്നെ താമസിച്ചതിന്റെ ഒരു കാരണം ഓണം കൂടിയാണ്. അതിന്റെ ഓട്ടവും കാര്യങ്ങളും പരിപാടികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പണിക്കർജിയുടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ തന്നെയാണ് ഞാൻ എടുത്തത്. പുരുഷ കമ്മീഷന് വേണ്ടി നിരന്തരം വാദിക്കുന്ന ആളാണ് എന്റെ സുഹൃത്ത് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് എവിടെയെങ്കിലും പുരുഷന്മാർക്ക് അനുകൂലമായ ഒരു കോടതി പരാമർശമെങ്കിലും ഉണ്ടായാൽ അദ്ദേഹം ഉടനെ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. എന്നാൽ പാലത്തായി കേസിൽ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല വിധി വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചിട്ടും ആളെ ജാമ്യത്തെ വിട്ടിട്ടും രാഹുൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല. എന്താവും കാരണം? ഞാൻ ഇനിയും കാണാത്തതുകൊണ്ടാണോ, അതോ ഈ വിവരത്തെക്കുറിച്ച് രാഹുൽ അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ ദിവസം തന്നെ ചെയ്തതാണ്. ഇനിയും ഒരു പണിക്കർജിയോടൊരു കാര്യം കൂടി, ഇതിൽ ആരോപിക്കപ്പെട്ട ശ്രീ മനോജ്, അദ്ദേഹത്തോടു കൂടി ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വീഡിയോ ആദ്യം എടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വോയിസ് എടുക്കാമെന്നാണ് കരുതിയത്. പിന്നെ അത് വേറൊരു വിവാദത്തിലേക്ക് പോകുമെന്ന് കരുതിയാണ് അത് എടുക്കാത്തത്. ഇനി അദ്ദേഹത്തിന്റെ വീഡിയോയുടെയും പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് ഞാൻ അതിന്റെ ഒരു മറുപടിയിലേക്ക് വരാം. എന്റെ നല്ല സുഹൃത്താണ് ശ്രീ രാഹുൽ. അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ നിലപാടുകളും എനിക്ക് അടുത്ത വിയോജിപ്പുണ്ട്. ഞാൻ ഒന്നിച്ച് ഒരേ പക്ഷത്ത് നിൽക്കുന്ന നിലപാടുകൾ കുറവാണ് എന്ന് പറയാം. പക്ഷേ എങ്കിലും വ്യക്തിപരമായി നല്ല സൗഹൃദമാണ് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും. അതേ സ്നേഹം അദ്ദേഹം എല്ലായ്പ്പോഴും തിരികെ നൽകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല വേദികളിലും ചർച്ചകളിലും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനോ പോരടിക്കുന്നതിനോ വ്യക്തിബന്ധത്തിനെ അത് ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക പോലുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹം പലപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്ന പല അഭിപ്രായത്തിനെയും വിമർശിച്ചുകൊണ്ട് എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ അദ്ദേഹത്തിന്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട്. അത് ഒരുപക്ഷെ വളരെ ടോളറന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളുടെ വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയും ഒരു കാര്യം കൂടി, ഞാൻ ന്യൂസ് 18-ലൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു, എന്റെ മകനെ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതടക്കം പണിക്കർജിയുടെ ഒരു അഡ്വൈസ് ആൻഡ് ഇൻസൈറ്റ് ഞാൻ കേട്ടു. അതുപോലെ തന്നെയാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിയോജിപ്പിനുള്ള അതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീ രാഹുലിന്റെ ഒരു നിലപാടിനെ കുറിച്ച് അല്ലെങ്കിൽ നിലപാടില്ലായ്മയെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. നോക്കാം. ഈ വിഷയം പാലത്തായി കേസുമായി ബന്ധപ്പെട്ടതാണ്. അതിനു മുമ്പ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാകണം എന്നതിന്റെ കോസ് ചാമ്പ്യൻ ചെയ്ത വ്യക്തിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. നമ്മുടെ നാട്ടിൽ ഒരു വനിതാ കമ്മീഷൻ ഉണ്ട്, എന്നാൽ ഒരു പുരുഷ കമ്മീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഡിസ്ക്രിമിനേറ്ററി ആണ് എന്ന് ചിന്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ പല നിയമങ്ങളും പുരുഷനേക്കാൾ കൂടുതൽ പ്രാമുഖ്യം സ്ത്രീക്ക്, സ്ത്രീയുടെ വാക്കിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇന്നത്തെ കാലത്ത് അനാവശ്യമായിട്ട് പുരുഷന്മാരെ പല കേസുകളിലും തെറ്റായി പ്രതി ചേർക്കുന്നുണ്ട് എന്നുള്ള ഒരു വാദമാണ് ഈ പുരുഷ കമ്മീഷനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ പ്രാഥമിക. വസ്തുതയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പുരുഷ കമ്മീഷൻ ഉണ്ടാകണം. പുരുഷന്മാരുടെ അവകാശ സംരക്ഷണത്തിന്
ഇവിടെ ഒരു അതോറിറ്റി ഉണ്ടാകണം എന്നൊക്കെ വാദിക്കുന്ന ആൾക്കാരുടെ കോസിനെ മുന്നിൽ നിന്ന് നയിക്കുന്നയാളാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതിനായി അദ്ദേഹം പല ആൾക്കാരെ കാണുന്നുണ്ട്, പല ജനപ്രതിനിധികളെ കാണാറുണ്ട്, പല നിവേദനങ്ങൾ കൊടുക്കാറുണ്ട്. ഇതിന്റെ ബില്ലൊക്കെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പലരെയും സമീപിക്കാറുണ്ട്. എനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തിനോട് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണുള്ളത്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കേസിൽ അന്യായമായി ഒരു പുരുഷൻ പ്രതി ചേർക്കപ്പെടുന്നുണ്ട് എങ്കിൽ അയാളുടെ ഭാഗം കേൾക്കാതെ അയാൾ നാണം കെടുന്ന രീതിയിൽ പിന്നീട് വിമുക്തനായി പുറത്തു വന്നാലും നേരത്തെ ആ കേസ് ഉണ്ടാക്കിയിരിക്കുന്ന നാണക്കേടിൽ നിന്ന് മോചനമില്ലാതെ ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്ന ഒരു തെറ്റായ സാഹചര്യം ഇവിടെ ഉണ്ട് എങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഈ പുരുഷ കമ്മീഷൻ അതിനെ എങ്ങനെ ഇല്ലാതെയാക്കും എന്നുള്ളതാണ്. ആ പുരുഷ കമ്മീഷന്റെ ഭാഗമായ ഒരു നിയമപരിഷ്കരണം കൂടിയുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പോഷ് ആക്ടിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു അനോണിമിറ്റി ഈ വിഷയത്തിലേക്കും വ്യാപിപ്പിക്കണം. അതായത് പുരുഷന്റെയും സ്ത്രീയുടെയും പേര് വെളിയിൽ പറയരുത്. അങ്ങനെ ഒരു വാദമാണ് മുമ്പോട്ട് വെക്കുന്നത്. എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഇപ്പുറത്തൊരു പുരുഷ കമ്മീഷൻ വന്നാലും ഒരു പുരുഷനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ഇത് ഇയാൾക്ക് കുറേയധികം നാണക്കേടും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ത് തരത്തിലുള്ള ഇടപെടലാണ് അവിടെ പുരുഷ കമ്മീഷന്? അതായത് അവിടെ അനോണിമിറ്റി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വിവാദിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് രാഹുൽ ഈശ്വർ ഈ ഒരു കേസിൽ പ്രതികരിച്ചിട്ടുണ്ടോ, അത് ഞാൻ കാണാതെ പോയതാണോ? എന്തായാലും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശവും കണ്ടില്ല. ഇനി അദ്ദേഹം ഏതെങ്കിലും കാരണത്താൽ തിരക്കിലായതുകൊണ്ടോ മറ്റോ ഈ ഒരു വിധി അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതേ താല്പര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാതിരിക്കുമോ? ഇത് നമ്മുടെ നാട്ടിലെ വാർത്തയായിട്ട് വന്നതാണല്ലോ. വാർത്തകളൊക്കെ തന്നെ നിരന്തരം ശ്രദ്ധിക്കുന്ന ശ്രീ രാഹുൽ ഈശ്വർ ഈ പാലത്തായി കേസിലുള്ള കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് എന്താണ് അറിയാതെ പോയത്, അറിഞ്ഞെങ്കിൽ പ്രതികരിക്കാതെ പോയത് എന്നുള്ളതാണ് എന്റെ സന്ദേഹം. അതിന്റെ പ്രതികരണമാണ് കൃത്യമായിട്ട് ഞാൻ ആ വിധികൾ രണ്ടും കാര്യമായി പഠിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ശ്രീ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി ചെയ്ത വീഡിയോ കാണുകയുണ്ടായി. ശ്രീ ശ്രീജിത്ത് പണിക്കർ തന്നെ ചെയ്ത വീഡിയോ കാണുകയുണ്ടായി. ഞാൻ അതിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. ശ്രീ ശ്രീജിത്ത് പണിക്കർ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള വളരെ പ്രിസൈസായ 100% എന്താ പറയണ വിശ്വാസയോഗ്യമായ നിഷ്പക്ഷമായ 2-3 കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു 5 പോയിന്റുകളിൽ അത് പറയാം. ഒന്ന്, വളരെ സങ്കീർണമായ ഒരു കേസാണ്. അതായത് അതിനൊരു ഹിന്ദു മുസ്ലിം ആംഗിൾ ഉണ്ട്, രാഷ്ട്രീയ ആംഗിൾ ഉണ്ട്. മുസ്ലിം സംഘടനകളും ഇടതുപക്ഷ സംഘടനകളും CPO എല്ലാം കൊണ്ടുപിടിച്ച് ഇയാളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മറുവശത്ത് BJP അടക്കമുള്ള ആൾക്കാർ അങ്ങനെയല്ല, പുള്ളി നിരപരാധിയാണ് എന്ന് ഒഫീഷ്യലായിട്ട് തന്നെ അല്ലെങ്കിൽ BJPയുടെ താഴെത്തട്ടിൽ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. കോടതി വിധി ഇപ്പോൾ ഇദ്ദേഹത്തിന് അനുകൂലമായി വന്നിരിക്കുകയാണ്. ഇതിന്റെ സങ്കീർണത ഏതാണ്? ഞാൻ ഇനിയും ശ്രീ മനോജുമായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീ മനോജ് അദ്ദേഹത്തിന്റെ പോസ്റ്റും കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നു. അതായത് അദ്ദേഹം ഇതിൽ എഴുതിയത് അതും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഞാൻ താങ്കളെ വിളിച്ചെടുക്കട്ടെ എന്ന്. അപ്പം ഒരുപക്ഷെ അത് വേറെ വിവാദങ്ങളും കാര്യങ്ങളും ആകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് ആ മനോജ് പൊയിലൂർ എനിക്ക് അയച്ചു തന്ന അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതായത് ഇദ്ദേഹത്തിനെതിരെയും ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചത് സംഘപ്രവർത്തകനും സ്വയം സേവകനും മറ്റുമൊക്കെയാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഒരു പക്ഷേ പൊതുസമൂഹം നമ്മളിത് ചിന്തിക്കേണ്ട ആദ്യ യാഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറം മതത്തിനപ്പുറം ഒരു ദൈവത്തിന്റെ കോടതിയിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ദൈവമോ അല്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന അവതാര പുരുഷന്മാരോ യേശുക്രിസ്തുവിന്റെയോ പ്രവാചകൻ മുഹമ്മദിന്റെയോ അങ്ങനെ ഒരു കോടതി, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയോ ഒരു കോടതിയിൽ വന്നാൽ അവരാണ് ഇതിൽ ജഡ്ജി നിൽക്കുന്നതെങ്കിൽ, പോട്ടെ കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് ജഡ്ജി എങ്കിൽ എന്ത് തീരുമാനം എടുക്കുമെന്നാണ്. 2-3 വളരെ കൃത്യമായ കാര്യങ്ങൾ ഇതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട്. ഹൈക്കോടതി ഈ പെൺകുട്ടിയുടെ വിധിന്യായങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക മൊഴിയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂമറസ് മെറ്റീരിയൽ കോൺട്രഡിക്ഷൻസ് ആൻഡ് ഒമിഷൻസ്, പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങളുണ്ട്, പല ഒമിഷൻസൊന്നും ഉണ്ട്. എന്നിട്ട് ആ കുട്ടിയുടെ പറഞ്ഞ കാര്യങ്ങൾ ഇൻകൺസിസ്റ്റന്റ്, എംബലിഷ്ഡ്, ഇംപ്രൂവ്ഡ് ആൻഡ് ഫാൻസിഫുൾ, ഈ വാക്കുകളാണ് ബഹുമാനപ്പെട്ട കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ ശക്തമായൊരു വാക്കാണ്. ശ്രീജിത്ത് പണിക്കർജി മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒരിക്കൽ ഒരാളെ ശിക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ അല്ല, നേരെ പലപ്പോഴും തിരിച്ചാണ്. ജയിലാണ് റൂള്, ബെയിൽ എക്സെപ്ഷൻ ആണ്. അത്തരം ഒരു എക്സെപ്ഷണൽ സാഹചര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയത് ഏതാണ്? ഞാൻ ഇനി 2 വിധിന്യായങ്ങളും എടുത്തു. ഒന്നാമത്തെ വിധിന്യായം നമ്മുടെ ഹൈക്കോടതി വിധിന്യായമാണ്, ലൈവ് ലോയിലുണ്ട്. രണ്ടാമത്തേതും ലൈവ് ലോയിലുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ കേസിന്റെ, അതായത് കണ്ണൂരിലെ ഫസ്റ്റ് ട്രാക്ക് കോടതി. ഇത് രണ്ടും വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന 2-3 കൺക്ലൂഷൻസ് ഉണ്ട്. അതിലൊന്ന്, ഈ പെൺകുട്ടിയുടെ അമ്മ മറ്റൊരാൾക്കെതിരെയും പരാതി കൊടുത്തിരുന്നു. അത് പോലീസ് ബേസ്ലെസ് ആണെന്ന് കണ്ടെത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ പരാതികൾക്കൊരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ പവിത്രതയും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ
തെറ്റായ പരാതിയോ ശരിയല്ലാത്ത പരാതിയോ കൊടുക്കുന്നത് വേറൊരാൾക്കെതിരെ കൊടുത്താൽ പോലും അത് ഇവർ പറയുന്ന വാദഗതിയുടെ വിശ്വാസ്യത കുറയ്ക്കും. അത് ആർക്ക് സംശയമില്ലാത്തൊരു കാര്യമാണല്ലോ. ഞാൻ വ്യാജ പരാതി എന്ന വാക്ക് ബോധപൂർവ്വം ഉപയോഗിക്കാത്തതാണ്. മറ്റൊരാൾക്കെതിരെ കൊടുത്ത പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പൊയിലൂർ ഒരു സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് മറ്റൊരാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും അടക്കം പറയുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശ്രീ മനോജിന്റെ ആ ടെസ്റ്റിമണിയിലും ശ്രീ മനോജ് വിശദീകരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു കഥാരൂപേണ അവരുണ്ടാക്കിയതാണ്. ഈ കൊടുത്ത മൊഴി അല്ലെങ്കിൽ ഈ കൊടുത്ത പരാതി ശരിയല്ല എന്ന് പോലീസുകാരടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിഷയം നമുക്ക് മറക്കാൻ പാടില്ല. ആദ്യത്തെ കോടതി തന്നെ, അതായത് പത്മരാജനെ കൺവിക്ട് ചെയ്ത കോടതി തന്നെ ചില കോൺട്രഡിക്ഷൻസ് ഈ കുട്ടി പറഞ്ഞതിലുണ്ട്, പക്ഷെ അത് ഓവർലുക്ക് ചെയ്യാം എന്നൊരു നിലപാടാണ് എടുത്തത്. എന്നാൽ ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ അത് ഓവർലുക്ക് ചെയ്യാൻ കഴിയില്ല. അത് വളരെ ശക്തമായ ബന്ധപ്പെടാത്ത കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം, ആരുടെയും സ്വകാര്യത ലംഘിക്കാതെ ഒരു ഉദാഹരണം പറയാം. എവിടെ വെച്ചാണ് ഇത് നടന്നത് എന്നുള്ളതാണ്. സ്റ്റുഡൻസിന്റെ ബാത്റൂമിൽ വെച്ചാണോ അതോ ടീച്ചറിന്റെ ബാത്റൂമിൽ വെച്ചാണോ ഇത് നടന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പൊ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഈ പെൺകുട്ടി ആദ്യം പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ബാത്റൂമിലാണ്. എന്നാൽ പിന്നീട് പറഞ്ഞത് ടീച്ചറിന്റെ ബാത്റൂമിൽ നിന്നാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ മൊഴി മാറ്റി എന്ന് പറയുന്നതിന് വിശദീകരണമായി കൊടുത്തത് ടീച്ചറിന്റെ ബാത്റൂം വളരെ ചെറുതാണ്, അവിടെ വെച്ച് നടന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്നുള്ളതാണ്. ഇനിയും ആദ്യത്തെ രണ്ട് അന്വേഷണ സംഘങ്ങളും ഇത് ശരിയല്ല, അങ്ങനെ ഇങ്ങനൊരു പരാതി സത്യമല്ല എന്നാണ് കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് CPI-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം, പിന്നീട് CPI-യുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. സാമൂഹിക സമ്മർദ്ദങ്ങളും മതസമുദായ സമ്മർദ്ദങ്ങളും അടക്കം ശക്തമായി മുമ്പോട്ട് വരുമ്പോഴാണ് ഈ കേസിൽ എങ്ങനെങ്കിലും ഇയാളെ പിടിച്ചകത്താക്കണം എന്നൊരു ടെൻഡൻസി വരുമ്പോഴാണ് അത് ചെയ്തത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്, ഇത് ആദ്യം അന്വേഷിച്ച ഒരു DYSP, അദ്ദേഹം മുസ്ലിം സമുദായക്കാരൻ തന്നെയാണ്, എടുത്തു പറയുന്നത് ബയസ് ഇല്ല എന്ന് കാണിക്കാനാണ്. മുസ്ലിം സമുദായക്കാരൻ തന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിൽ പൊളിറ്റിക്കൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹോസ്റ്റിലിറ്റി തുടങ്ങിയ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില താല്പര്യങ്ങളുണ്ട് എന്ന കാര്യം എടുത്തു പറയുന്നുമുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മൊഴികളിൽ പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഈ രണ്ട് കോടതികളും കൗൺസിലിംഗ് ഇംപ്രോപ്പർ, അതായത് അതുകൊണ്ടാണ് രണ്ട് കോടതികൾ എഗ്രി ചെയ്യുന്നത്. ഒന്നാമത്തെ കോടതി പത്മരാജൻ തെറ്റുകാരനാണെന്ന്, രണ്ടാമത്തെ കോടതി പത്മരാജൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നിരപരാധിയോ അപരാധിയോ എന്ന് ഞങ്ങൾ പറയുന്നില്ല, പകരം കൂടുതൽ അന്വേഷണം വേണം. ദേ ഹാവ് മെയ്ഡ് എ കമ്പലിംഗ് ആർഗ്യുമെന്റ്, അവർ ശക്തമായ ഒരു വാദഗതി മുമ്പോട്ട് വെക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോടതിയും ഇംപ്രോപ്പർ കൗൺസിലിംഗ്, ഇന്ററോഗേഷൻ, ക്വസ്റ്റ്യനബിൾ റെക്കോർഡിംഗ് ഓഫ് ഫാക്ട്സ്, പോസിബിൾ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, ഇൻവെസ്റ്റിഗേഷൻ ലാപ്സസ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇനിയും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നിഷ്പക്ഷമായിട്ട് ആലോചിച്ച് നോക്കിയാൽ ഒരു സ്കൂളിൽ ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ 600-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത് നടക്കാനുള്ള സാധ്യതയുണ്ടോ? വളരെ സംശയമാണ്. ടീച്ചറിന്റെ ബാത്റൂമിൽ, ടീച്ചേഴ്സ് റൂമിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ടോ? സാധ്യത ഹൈലി ഇംപ്രോബിൾ ആണ്. ശ്രീജിത്ത് സാറിന്റെ ലീക്ഡ് കോൺവെർസേഷൻ ഉണ്ടായി. ഇന്ന് നമ്മുടെ കേരള പോലീസിനെ നയിക്കുന്ന DGP ആയ ശ്രീജിത്തിന്റെ ഒരു ലീക്ഡ് കോൺവെർസേഷൻ അദ്ദേഹം പറയുന്നത്, ആ ലീക്ഡ് കോൺവെർസേഷനാണ്. അദ്ദേഹം ശക്തമായിട്ട് പത്മരാജന്റെ വർഗീയ നിലപാടുകളെ തള്ളി പറയുകയാണ്. അവർക്ക് ഒരു പോലീസ് ഓഫീസർ വേറൊരാളോട് സംസാരിക്കുമ്പോൾ ഈ CAA അടക്കമുള്ള കാര്യങ്ങൾ പിള്ളേരോട് സംസാരിക്കേണ്ട വിഷയമല്ല, പത്മരാജൻ ഒരു വാക്കടക്കം ഉപയോഗിക്കുന്നുണ്ട്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ പത്മരാജൻ ഇവിടെ ഇല്ല തുടങ്ങിയ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ അത് ഫോൾസ് ആണോ ശരിയാണോ എന്ന് പ്രധാനമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ സത്യം തന്നെയാണ്. എന്നാൽ ഈ വിഷയത്തിൽ സാധ്യത എന്താണ് എന്ന് നമ്മൾ വളരെ നിഷ്പക്ഷമായി പരിശോധിച്ചാൽ, ബാലൻസ് ഓഫ് ആർഗ്യുമെന്റ്സ് എടുത്താൽ അത് ശ്രീ പത്മരാജന് അനുകൂലമാണ് എന്നുള്ളതാണ്. അതായത് ഇത് നടക്കാനുള്ള സാധ്യത, ഈ സ്ഥലം എവിടെയാണെന്നുള്ള കാര്യത്തിൽ സംശയം, മറ്റൊരാൾക്കെതിരെ ശരിയല്ലാത്തൊരു പരാതി കൊടുത്ത കാര്യം, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കോടതിയുടെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഗുഡ് കേസ് ഓൺ മെറിറ്റ്സ് ഇൻ അപ്പീൽ, ഒരു ആർഗ്യുബിൾ കേസ്, കമ്പല്ലിംഗ് കേസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഫൈനലി ഹൈക്കോടതി വന്നതിന് ശേഷമേ ഒരാൾ നിരപരാധിയോ അല്ലോ എന്ന് പറയാവൂ, പ്രത്യേകിച്ച് ഇത്രയും സെൻസിറ്റീവായ കേസിൽ, അതും 10 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇൻവോൾവ് ആയ കേസിൽ. പക്ഷേ ശ്രീ പത്മരാജൻ, എനിക്ക് തോന്നുന്നത് രാജീവ് സാറാണ് വാദിച്ചതെന്ന് തോന്നുന്നു. ഈ രാജീവ് സാറിന്റെ വാദഗതിയുടെ പ്രാഗൽഭ്യം കൊണ്ട് മാത്രമല്ല കേട്ടോ, അവരെല്ലാം എക്സലന്റ് അഡ്വക്കേറ്റ്സ് ആണ്. പ്രാഗൽഭ്യം കൊണ്ട് മാത്രമല്ല, ഇവർ പറയുന്ന വാദഗതികളുടെ ഡെപ്തും കൂടി വെച്ച് പലപ്പോഴും
പത്മരാജൻ സാറ് പറയുന്നതിന് പല ന്യായങ്ങളുമുണ്ട് എന്നാണ് നമ്മൾ 2 വിധിന്യായങ്ങൾ വായിക്കുമ്പോഴും തോന്നുന്നത്. ആ 2 വിധിന്യായങ്ങളും വായിക്കുമ്പോൾ തോന്നുന്നത് നിഷ്പക്ഷമായി പറയുക, ഇതിന്റെ സാമുദായിക രാഷ്ട്രീയ മാനങ്ങൾ നമ്മൾ മാറ്റിയാൽ മാത്രമേ ഉള്ളൂ. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ് അവിടെ ജഡ്ജായിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ആലോചിച്ച് നോക്കുക, സത്യമായിട്ട് നമ്മൾ എന്തായിരിക്കും മെഷർ ചെയ്യുക? കാര്യം പറയണ സത്യമാണോ തെറ്റാണോ? ഇയാൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കണം, സംശയമില്ല. ഇയാൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾക്ക് 2 മക്കളുണ്ട്, ഇയാൾക്കും ഭാര്യയുണ്ട്, ഇയാളെയും വേട്ടയാടരുത് എന്ന് പറയുന്നത് വളരെ ന്യായമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പൊ ഞാൻ ഗവൺമെന്റിന്റെ ഭാഗത്തെ ആൾക്കാരോട് സംസാരിച്ചു. അവർ പറയുന്നത് നെക്സ്റ്റ് അവൈലബിൾ വർക്കിംഗ് ഡേ ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യുമെന്നാണ്. സുപ്രീം കോടതി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പരിധിക്കപ്പുറം സ്ട്രോങ് ആയി അപ്പീൽ ചെയ്താൽ സുപ്രീം കോടതി തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നിഷ്പക്ഷമായി കാണുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഈ കേസിന്റെ മെറിറ്റിൽ സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആ പറയുന്ന കാര്യങ്ങളിൽ സംശയം ഏതൊരു വ്യക്തിക്കും തോന്നുകയാണെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഹൈക്കോടതി വിധിന്യായത്തിൽ പ്രോസിക്യൂഷന് എതിരെയുള്ള വാദമായി പറഞ്ഞിരിക്കുന്നതിൽ ഏകദേശം 9ഓളം ഇൻകൺസിസ്റ്റൻസീസ് അവർ എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. എനിക്കിതിൽ ഏറ്റവും സംശയം തോന്നാനുള്ള കാര്യം കൂടി അതാണ്, അതുകൂടെ പറഞ്ഞു ഞാൻ നിർത്താം. അതായത് ഈ സെൻഡിങ്, ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ ഇയാൾ എടുത്ത് ആ പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് അയച്ചു. ഇതാണ് ഒന്ന്. ഈ ഫോട്ടോസ് എവിടെ? ആ ഫോട്ടോസ് അമ്മയുടെ ഫോണിലേക്ക് അയച്ചാൽ എന്തുകൊണ്ടാണ് റിക്കവർ ചെയ്യാൻ പറ്റാത്തത്? പ്രധാനമായിട്ടൊരു ചോദ്യമല്ലേ? അപ്പൊ ഈ വാദഗതി പറയുമ്പോൾ ഓർത്തോണം, കേസിനെ നമ്മൾ സംശയിക്കണോ? ഇത് സ്ഥിരം ആണുങ്ങളെ കൊടുക്കാൻ പറയുന്ന ഒരു വാദഗതിയാണ്. ആണുങ്ങളെ കൊടുക്കാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ആള് നശിപ്പിച്ചു, ഫോൺ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അഥവാ അങ്ങനെ ഈ അമ്മയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിന്റെ സ്ക്രീൻഷോട്ടോ അമ്മയുടെ ഫോണിൽ നിന്ന് ലഭിക്കേണ്ടതല്ലേ? അങ്ങനെ ഫോട്ടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു തെളിവും വേണ്ട, വേറെ ഒരു തെളിവിന്റെ ആവശ്യമില്ല. ഫോട്ടോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാളെ അകത്തിടാം. എന്നാൽ അമ്മയുടെ ഫോണിൽ വന്ന ഫോട്ടോകൾ എവിടെ? ആ ഫോട്ടോയെ കുറിച്ച് എന്താ പിന്നൊന്നും പറയാത്തത്? അപ്പം അങ്ങനെ ഫോട്ടോകൾ ഇല്ലെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി കഴിയുന്നത്. ഇനിയും പൊയിലൂരിൽ ഒരു അമ്പലത്തിൽ പോയി ഒരു സ്വാമിയെ മറ്റും കണ്ടു, അവിടെ വെച്ചും ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. മറ്റൊരു ആളെ കണ്ടു, രജിസ്ട്രേഷൻ നമ്പർ 5000, അതാണ് ഞാൻ നേരത്തെ സംസാരിച്ച മനോജ്. എന്നിട്ട് അവിടെ റേപ്പ് ബൈ അനദർ മാൻ ആൻഡ് ഡ്രൗണിങ് ഹെർ ഇൻ എ ബാത്ത്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പല കാര്യങ്ങളും നമ്മുടെ 13 വയസ്സുകാരി പത്തനംതിട്ടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് പിന്നീട് കൺക്ലൂസീവ്ലി തെറ്റാൻ തെളിഞ്ഞു. ഈ കേസിൽ തെളിഞ്ഞിട്ടില്ല, ഭാവിയിൽ എന്തെങ്കിലും വരുമെന്ന് നമുക്കറിയില്ല. അതായത് 13 വയസ്സുകാരി 10 പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്തതിൽ എന്തൊക്കെ കഥകളാണ് പറഞ്ഞത്. ഈ പെൺകുട്ടി അതേപോലെ, അങ്ങനെയാണെന്ന് ഇപ്പം പറയുന്നില്ല, കാര്യം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. നമ്മൾ സബ് ജുഡീസ് ആയ കേസിൽ അഭിപ്രായം പറയുന്നതിൽ ചില അതിർവരമ്പുകളുണ്ട്. പൊയിലൂരെ ഒരു വീട്ടിൽ കൊണ്ടുപോയി മറ്റൊരു പുരുഷൻ റേപ്പ് ചെയ്തു, അവളെ ബാത്തബിൾ ഡ്രൗൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞത് എവിടെ? അപ്പൊ അയാളെ ഒന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? അപ്പോ അത്തരം കേസുകൾ ഫാക്ച്വൽ ആണോ എന്ന് സംശയമാണ്. ഇനിയും പപ്പൻ മാഷിന്റെ ബൈക്കിൽ കയറി ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന കാര്യം, അതൊക്കെ ഹൈലി അവിശ്വസനീയമാണ്. അത്തരം കാര്യങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒലിവ് ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ഫുഡ് കൊടുത്തു, എവിടെ? അതിന്റെ അങ്ങനെയാണെങ്കിൽ തെളിവില്ലേ? ഒലിവ് ഹോട്ടലിൽ പോയതിന്റെ CCTV അല്ലെങ്കിൽ അവിടുത്തെ സീറ്റോ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ്സോ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അടുത്തതാണ്, പപ്പൻ മാസ്റ്റർ ഈ പെൺകുട്ടിയെ രാത്രി വിളിക്കാറുണ്ടായിരുന്നു, അവർ ഒളിച്ചോടുന്നതിന്റെ കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു. ഈ 10 വയസ്സുള്ള കുട്ടിയോട് ഒളിച്ചോടുന്ന കാര്യം സംസാരിക്കാൻ പപ്പൻ മാഷ് വിളിക്കാറുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു വിശ്വാസ യോഗ്യതയുടെ കണികയെങ്കിലും ഉണ്ടോ? എന്നാൽ ഫൈനലി ഈ കാര്യത്തിൽ ഇതൊന്നും വന്നിട്ടില്ലല്ലോ, ഇതൊന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടേ ഇല്ല. ഇതൊക്കെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് 1-2 സ്വകാര്യ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല, ഇത് ഒരു സ്വകാര്യ കാര്യങ്ങളായതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ 9 എണ്ണം ഉണ്ട്, ബാക്കി 3 എണ്ണം കൂടെയുണ്ട്. അത് സ്വകാര്യത ലംഘിക്കും എന്ന് എനിക്ക് സംശയം ഉള്ളതുകൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് ഒരു സീനിയർ IPS ഓഫീസർ അടക്കം യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ല സംഭവിച്ചത് എന്ന് വ്യക്തമായി പറയുകയും ആ പെൺകുട്ടിയുടെ പലതും ഫാൻസിഫുൾ ഇമാജിനേഷൻ ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ ശ്രീ പത്മരാജൻ അല്ലെങ്കിൽ പപ്പൻ മാഷിന്റെ ഭാഗമാണ് കൂടുതൽ ന്യായമെന്ന് കരുതാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ആ പത്മരാജൻ മാഷിന്റെ സ്ഥാനത്ത് നിങ്ങളോ ഞാനോ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അവിശ്വാസിയോ ഒന്നും ഒക്കെ ആയിക്കോട്ടെ, പുള്ളിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, വീട്ടുകാരുണ്ട്. പുള്ളിയുടെ രാഷ്ട്രീയത്തെ, BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് യോജിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ആ മനുഷ്യൻ അനുഭവിച്ച വേദനയും കാര്യങ്ങളും ഒന്ന് നമ്മൾ ഓർക്കണ്ടേ? ഈ പെൺകുട്ടി പറഞ്ഞ ഇത്രയധികം കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ശരിയാവാനുള്ള സാധ്യതയുണ്ടോ? ഏത് ബാത്റൂമിൽ വെച്ചാണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും അടിസ്ഥാനപരമായി എവിടെയാണ് പോയതെന്ന് പോലും സംശയമുണ്ട്. അപ്പോൾ ബാലൻസ് ഓഫ് ആർഗ്യുമെന്റിൽ ശ്രീ പത്മരാജൻ മാഷിന് അനുകൂലമാണ് കാര്യങ്ങൾ. ബാക്കി കോടതി വിധിക്കട്ടെ, സത്യം ജയിക്കട്ടെ, അതാണ് പ്രധാനം.